ഒരിക്കൽ ഫ്രാൻസിസ് അസീസിക്ക് ഒരു ദർശനമുണ്ടായി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആത്മീയ തനയരും കൂടി ഒരു സോപാനത്തിൻ്റെ സമീപം നിൽക്കുകയായിരുന്നു. ആ സോപാനത്തിൻ്റെ ഉച്ചിയിൽ നമ്മുടെ കർത്താവ് സിംഹാസനരൂഢനായിരിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസും അദ്ദേഹത്തിൻ്റെ ആത്മീയ തനയരും കൂടി ആ സോപാനത്തിലൂടെ മിശിഹായുടെ പക്കൽ അണയുവാൻ വളരെ സമയം പരിശ്രമിച്ചു. എന്നാൽ അവർക്ക് സാധിച്ചില്ല. കുറെ കഴിഞ്ഞപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് വേറൊരു സോപാനം ദർശിക്കുന്നു. അതിൻ്റെ ഏറ്റവും മുകളിൽ പരിശുദ്ധ കന്യക വേറൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടയായിരിക്കുന്നത് കണ്ടു. അതോടൊപ്പം ഒരു അശരീരി വാക്യവും ശ്രവിക്കുന്നു: ഫ്രാൻസിസെ, നിന്റെ പുത്രരെ എൻ്റെ അമ്മയുടെ സോപാനത്തിലേക്ക് നയിക്കുക. അതാണ് എൻ്റെ പക്കൽ വരാനുള്ള ഏറ്റവും സുഗമമായ മാർഗം. അതെ, ഈശോയിലേക്ക് മറിയം വഴി എന്നതും സഭാപിതാക്കന്മാരുടെ മുദ്രാവാക്യമായിരുന്നു. ലൂർദും ഫാത്തിമായും വിശ്വവ്യാപകമായ നിത്യസഹായ മാതാവിൻ്റെ ഭക്തിയും അതല്ലേ നമ്മെ അനുസ്മരിപ്പിക്കുന്നത്? ലോകത്തിൻ്റെ നാനാഭാഗത്ത് എത്രമാത്രം ജനങ്ങളാണ് പരിശുദ്ധ കന്യകയുടെ അനുഗ്രഹങ്ങളാൽ ചൈതന്യം പ്രാപിക്കുക.